ഹായ് ഹലോ, പത്മനാഭസ്വാമി ക്ഷേത്രം തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ പോയത് ആറ്റുകാൽ പൊങ്കാൽ ക്ഷേത്രം തൊഴാനാണ് കേട്ടോ. അവിടെയുള്ളൊരു വഴിപാടായിരുന്നു ചെറുനാരങ്ങയിൽ തിരി കത്തിക്കുന്നത്. അവിടെയും ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയത് ഹൗസ് ബോട്ടിലാണ്. ഈ ചേട്ടൻ കുറേ വിവരണങ്ങൾ ഞങ്ങൾക്ക് തരികയാണ് കേട്ടോ. 2 മണിക്കൂർ യാത്രയുണ്ട്, ഇത്രയും പ്ലേസുകൾ അവിടെ കാണാനുണ്ട്. പക്ഷേ അവർ പറഞ്ഞ റേറ്റ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതായിരുന്നില്ല. 3 പേർക്ക് 2 മണിക്കൂർ 5000 രൂപ. ഞങ്ങളതിൽ കയറിയില്ല. ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനോടും കൂടെ ചോദിക്കാം, നിങ്ങൾക്ക് ആ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ട് 1.5 മണിക്കൂർ 1500 രൂപയ്ക്ക് ഞങ്ങൾ ബോട്ട് യാത്ര ആരംഭിച്ചു. പിക്ചറിൽ കണ്ട രൂപങ്ങളൊന്നും അല്ല കേട്ടോ ഉണ്ടായിരുന്നു. പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഭംഗിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ വന്ന കുറേ ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ആസ്വദിച്ച് കാണും. 1.5 മണിക്കൂറൊക്കെ ബോട്ട് യാത്ര ബോറിംഗ് ആണ്. എന്തായാലും ഞങ്ങൾ കളിച്ചും ചിരിച്ചും 1.5 മണിക്കൂർ കായലിലൂടെ സഞ്ചരിച്ചു. എന്തായാലും ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ. പിന്നീട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് ആഴിമല കാണാനാണ് കേട്ടോ. അവിടെ ഒരു ബീച്ചും ഉണ്ട്, പിന്നെ നമ്മുടെ വലിയൊരു ശിവക്ഷേത്രമല്ലോ. ചേട്ടൻ എന്തായാലും ഞങ്ങളെ ഒന്നും ബോറടിപ്പിക്കാണ്ട് വൈകുന്നേരം വരെ ഈ ചേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. നല്ലൊരു ചേട്ടനാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഉച്ചയാണ്, വെയിലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെയിലിൻ്റെ ഫീലൊന്നും തോന്നില്ല. കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ അത് കൂടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു, കുറേ കറങ്ങി. പിന്നെ കുറച്ച് മാങ്ങ, പൈനാപ്പിൾ അതെല്ലാം വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും അങ്ങനെ എല്ലാം എടുത്തു. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വലിയൊരു ശിവക്ഷേത്രം ഉള്ളത്. അവിടേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ ചെന്നിരുന്നപ്പോൾ എൻ്റെ പുറകിൽ കണ്ടോ ഒരു കാക്കയ്ക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. ഐസ്ക്രീം കഴിക്കണം, ഞാൻ വീഡിയോ എടുക്കണം, എല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.